ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ 5:30 മുതൽ വൈകിട്ട് ഒരു 6:30-7 മണി വരെയുള്ള ഒരു വ്ലോഗാണ് കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഫുൾ ഡേ വ്ലോഗ്. അപ്പം ഞാൻ എന്താ ഒരു ഫുൾ ഡേ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇന്ന് എൻ്റെ യൂട്യൂബ് റവന്യൂവും പിന്നെ കുറച്ച് ഫാമിലി വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒരു 5:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റത് സൺഡേയിലെ വ്ലോഗാണ് കേട്ടോ. ഇന്നലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് വന്ന് എനിക്ക് കുറച്ച് നേരം ഒന്ന് കണ്ണാടിയുടെ മുമ്പിലൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഒരു കോപ്രായൊക്കെ കാണിക്കും. ആദ്യമേ നടയിൽ തിരിവെക്കും കേട്ടോ. തിരിവെച്ചിട്ടാണ് ഇങ്ങടേക്ക് വരുന്നത്. പിന്നെ ആ ബാത്റൂമിൽ പോയി പല്ലൊക്കെ തേച്ച് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് വരുന്നത്. അപ്പൊ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാര്യം എന്താന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിരുന്നു. എനിക്ക് പണ്ടൊരു ചാനൽ ഉണ്ടായിരുന്നു നേരത്തെ, ജിഫീസ് വ്ലോഗ് എന്ന് പേരുള്ള. പിന്നെ ഞാൻ ആ ചാനലിൽ കണ്ടിന്യൂസ് വീഡിയോസ് ഇടും, എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ എന്തോ ആ ചാനൽ അങ്ങ് റീച്ച് ആയില്ല. പക്ഷെ ഇതിലും ഈ ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ട് ആ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചില സമയത്ത് സങ്കടം തോന്നും കേട്ടോ. അത്രയ്ക്കും ബുദ്ധിമുട്ടി. അന്നൊക്കെ ജോക്കൂട്ടം ഭയങ്കര ചെറുതാ. അപ്പൊ ആ സമയത്തൊക്കെ അവനെയും പിടിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് വീഡിയോ എടുത്തൊക്കെ ഇട്ട് വന്നിട്ട് ആ ചാനൽ റീച്ച് ആവാണ്ടായപ്പോ എനിക്ക് സങ്കടം തോന്നി. അങ്ങനെയാണ് ഞാൻ ജിഫീസ് കിച്ചൺ എന്ന് പറഞ്ഞ റെസിപ്പീസ് മാത്രം ഇടുന്ന നമ്മുടെ ഈ ചാനൽ തുടങ്ങിയത്. ഈ അടുക്കളയിൽ നിന്നുള്ള പേര് പിന്നീട് ഇട്ടതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ തുടങ്ങിയത്. അപ്പൊ ഞാൻ വിശേഷങ്ങൾ പുറകെ പറയാം. അങ്ങനെയാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ഇതാ കുളിച്ചല്ല, നമ്മൾ കൈകാലൊക്കെ കഴുകി ഒന്ന് റെഡിയായി ഫ്രഷായി ഇതാ മുടിയൊക്കെ ഒന്ന് കെട്ടി ഞാൻ നേരെ കിച്ചണിലേക്ക് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പള്ളിയിൽ പോകണം, അന്നമോളെ കാറ്റീസം ക്ലാസ്സിൽ വിടണം, ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ രാവിലെ ഇന്ന് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റാലേ പള്ളി പോക്കും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അങ്ങനെ ഇതിപ്പോ അന്നമോൾക്ക് കാറ്റീസം ക്ലാസ് ഇല്ല എന്നാണെങ്കിൽ ഞങ്ങൾ കിടന്നുറങ്ങും കേട്ടോ. ഒരു 7 മണി കഴിഞ്ഞിട്ടൊന്നും ഞാൻ കിടക്കാറൊന്നുമില്ല. വല്ലപ്പോഴാണ് 7 മണി കഴിഞ്ഞിട്ട് ഇവിടെ കിടന്നുറങ്ങാം. കൊച്ചു വീട്ടിൽ പോകുമ്പോൾ കിടന്നുറങ്ങും കേട്ടോ. എനിക്ക് സമാധാനമാണ്, കിടന്ന് ഞാൻ ഉറങ്ങും. അപ്പോൾ ഇതാ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചിക്കൻ ഐസ് വിടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായക്കുള്ള വെള്ളം അല്ലാട്ടോ, അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പൊടി തേച്ച് കൂട്ടാനുള്ള വെള്ളമാണ്. അപ്പം ഞാൻ മറ്റേ ചാനലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ ചാനൽ എന്തുകൊണ്ട് നിർത്തിയെന്ന് വെച്ചാൽ അതിന് തീരെ വ്യൂസ് ഉണ്ടായിരുന്നില്ല. അതിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇപ്പോഴും പ്രൈവറ്റ് ആയിട്ട് വെച്ചേക്കാം. അപ്പം ജിഫീസ് വ്ലോഗ് എന്നുള്ള പേരൊക്കെ ഞാൻ മാറ്റി. ഞാനിപ്പോൾ ആ ചാനലിൽ ഒരു ഇതും പുറത്തിങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മാത്രമാക്കി വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര സങ്കടം തോന്നിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. ഇതിൽ റെസിപ്പീസ് മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത്. പയ്യെ ഈ ചാനൽ ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇടുമായിരുന്നു. പയ്യെ ഈ ചാനൽ റീച്ച് ആവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സന്തോഷമായി. അതിനിടക്ക് നമ്മുടെ ഇവിടുത്തെ വീട് പണി വന്നപ്പോഴത്തേനും പിന്നെ അനിയൻ്റെ മോൾക്ക് ചെറിയ ഡെലിവറി കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ഒരു 2 മാസം വീഡിയോ ഇടാണ്ട് ചാനൽ അങ്ങ് സ്റ്റോപ്പായിപ്പോയി. അപ്പോഴും എനിക്ക് പ്രതീക്ഷ പോയി. കഴിഞ്ഞു, ഇനി വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല എന്ന് കരുതി തിരിച്ച് വീട് പണിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ മാമോദീസ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് 2ാമത് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴും ചാനൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ ഒരു ക്ലീനിങ് വീഡിയോ അങ്ങ് വൈറലായി. അപ്പോഴാണ് ശരിക്കും അങ്ങ് എനിക്ക് സന്തോഷമായത്. നമ്മൾ എടുത്ത എഫേർട്ടിന് ഒരു യൂട്യൂബ് റവന്യൂ ആയിട്ട് നമുക്ക് കയ്യിലേക്ക് പൈസയൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് വലിയൊരു ഡ്രീമായിരുന്നു ഇത്. ഇനിയും സബ്സ്ക്രൈബേഴ്സ് കൂടണം, ഇനിയും എനിക്ക് ആൾക്കാരിലേക്ക് കുറേ ടിപ്സും റെസിപ്പീസും കാര്യങ്ങളൊക്കെ എത്തിക്കണം. എവിടെയെങ്കിലും പോകുമ്പോൾ ചാനലുള്ള ആളല്ലേ, ചിപ്പിയല്ലേ എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. എനിക്കത് അത്രയ്ക്ക് എൻ്റെ വലിയൊരു സ്വപ്നമാണത്. അപ്പം അങ്ങനെ ഇതാ നമ്മൾ രാവിലെ തന്നെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിച്ചോ? നിങ്ങളോടല്ലാണ്ട് യൂട്യൂബ് ചാനലിലെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ആരോടാ പറയാ? അപ്പം എന്നോട് ഇങ്ങനെ Q&A ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു Q&A ചെയ്യാം കേട്ടോ. അപ്പം അത് നമുക്ക് പുറകെ ഒരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പം അങ്ങനെയാണ് ആ ചാനൽ നിർത്താനും ഈ ചാനൽ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം. അപ്പോൾ അങ്ങനെ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മുടെ പഴയ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരുന്ന ആരെങ്കിലും ഈ ചാനലിൽ ഉണ്ടോയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഷൈമോളേച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഷൈമോളേച്ചൊക്കെ എപ്പോഴും എനിക്ക് കമൻറ്റ് ഇടുമായിരുന്നു ആ ചാനലിലൊക്കെ. അപ്പോൾ ഒന്ന് കമൻറ്റ് ഇടണോട്ടെ ഈ ചാനലിൽ. പഴയ സബ്സ്ക്രൈബേഴ്സ് പഴയ ചാനലിൽ ആരെങ്കിലും ഈ ചാനലിലുണ്ടോ എന്ന്. അപ്പം നമുക്ക് രാവിലെ തന്നെ ചിക്കൻ കറി വയ്ക്കാം. രാവിലെ തന്നെ ചിക്കൻ കറിയോ ഇപ്പം ഞായറാഴ്ചയല്ലേ, ഇത്തിരി നോണൊക്കെ ആയിക്കോട്ടെ. അപ്പം നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള പൊടിയാണ് കേട്ടോ അവിടെ ആദ്യം കുഴച്ച് വെച്ചത്. അപ്പോൾ അതിലേക്ക് നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ. വേപ്പില ഉച്ചയായപ്പോഴാണ് എത്തിയത്. അപ്പം അതൊക്കെ ഇട്ട് നമുക്കൊന്ന് സെറ്റാക്കി നമുക്കൊന്ന് വഴട്ടി എടുക്കാം. അപ്പം ആ നേരം കൊണ്ട് ഞാൻ
തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. നമ്മളിന്ന് തക്കാളി ഇട്ടിട്ട് നമ്മൾ അന്നൊരു കുക്കർ ചിക്കൻ വെച്ചില്ലേ, അന്ന് തക്കാളി ഉണ്ടായിരുന്നില്ല, ഞാൻ ടൊമാറ്റോ സോസാണ് ഇട്ടിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എന്നോട് അതിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തക്കാളി ഇട്ടിട്ടൊന്നും ചെയ്ത് കാണിക്കും. വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ, അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ ഇതിന് പകരം തക്കാളി ഇടുന്നു മാത്രം. അപ്പം നമ്മുടെ ഈ സവാളയുടെ കൂട്ടാളികളൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നന്നായിട്ട് നേരത്തെ ഇട്ടോളൂ കേട്ടോ, വഴണ്ട് വരാൻ വേണ്ടി. ഞാൻ ഇച്ചിരി വൈകിപ്പോയി. അവിടെ ഇപ്പോൾ ഇങ്ങനെ ഞാൻ മൊഴിയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് വിളി വന്നു, ജിഫിയേ അമ്മ മണം വരുന്നമ്മ എന്നും പറഞ്ഞിട്ട്. ഇവർ ഡോറടച്ചോട്ട് കിടക്കത്തുമില്ല, എനിക്കിവിടെ അടുക്കളയിൽ പണിയെടുക്കാനും പറ്റില്ല. അപ്പം ഞാൻ എന്താ അങ്ങനെ ജനലൊക്കെ തുറന്നിടാൻ ഞാൻ മറന്നുപോയി. കാരണം ഇപ്പൊ തുറന്നിട്ട് കൊതുക് കയറും ഭയങ്കരമായിട്ട്. ഒരു ഇച്ചിരി വെട്ടം വെച്ചിട്ടാണെങ്കിൽ അത്ര ഉണ്ടാവില്ല. പിന്നെ ഗുഡ് നൈറ്റ് അടുക്കളയിൽ കത്തിച്ച് വെക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇടയ്ക്ക് ഞാൻ വെക്കൂട്ടോ കൊതുകടി സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ. പിന്നെ ഞാൻ എന്താ ഇവിടെ സവാളയിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മസാലയാണ്. എൻ്റെ ഗരം മസാല തീർന്നു പോയതുകൊണ്ട് ഞാൻ ഈ മസാലയാണ് കേട്ടോ ഇട്ടത്. ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. നമ്മുടെ തക്കാളി അങ്ങടേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ മണി ഒരു 6:15 ഇട്ടുണ്ട്. അന്നമോൾക്ക് 7 മണിക്ക് കാറ്റീസം ക്ലാസ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു 6:45 ആവുമ്പോൾ ഇറങ്ങണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ കരുതി ഇത്രയും ചെയ്ത് വെച്ചിട്ട് അവള് പോയി വിളിക്കാം. പിന്നെ അവള് കുറേ നേരമൊന്നും കുത്തി വിളിക്കണ്ട, 1-2 വിളിക്ക് തന്നെ ആൾ എഴുന്നേറ്റോളും. എണീക്കാൻ മടിക്കാൻ നമ്മുടെ ജോക്കുട്ടനാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ അവള് വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അപ്പനും മക്കളും ഒക്കെ നല്ല ഉറക്കാണ് കേട്ടോ. അന്നക്കുട്ടി, അന്നൂസേ, അന്നു എഴുന്നേക്ക്, കാറ്റീസം ക്ലാസ്സിൽ പോണ്ടേ? അന്നമ്മേ എണ്ണീറ്റേ, മതി ഉറങ്ങിയത്. എനിക്ക് 2 മിനിറ്റ് എഴുന്നേക്ക് ഒരു കാറ്റീസം ക്ലാസ്സിൽ പോണ്ടേ നിനക്ക്? ഗുഡ് മോർണിംഗ്. എണീറ്റ് വാ, മതി വാ, എണീക്ക്. ലൈറ്റ് ഓഫ് ചെയ്ത് എണീക്കോ? രാവിലെ തന്നെ മൊബൈലിൽ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ എൻ്റെ മോൾക്ക് ഒരു നാണം. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ എഴുന്നേറ്റ് വന്നു, പല്ലൊക്കെ തേച്ച് അവൾ അവിടെ റെഡിയായി വരും. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവൾ എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ തന്നെ ഏട്ടനും എഴുന്നേക്കും. സൺഡേ കുറച്ച് നേരത്തെ എഴുന്നേക്കും, കാരണം ഇവിടെ കൊണ്ട് വിടണമല്ലോ. വന്നു കഴിഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കിടക്കും, അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിടക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പള്ളിയിൽ പോകാനുള്ളത് കൊണ്ട് കുറച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ ഇന്നിപ്പം ഞാൻ കിടത്തിയില്ല, എനിക്ക് കുറച്ച് സഹായം വേണമായിരുന്നു. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം ആണല്ലോ. അപ്പം തിരിക്കാൻ എനിക്ക് ആൾ വേണമായിരുന്നു. എനിക്ക് തിരിക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ഏട്ടൻ കിടന്നു പോയ പിന്നെ അങ്ങ് ഉറങ്ങി പോവുകയെ. അപ്പം ഞാൻ കിടക്കാൻ ഏട്ടൻ എണീറ്റിരിക്കുന്നു പറഞ്ഞിരുന്നു. അങ്ങനെ എന്നെ സഹായിക്കാനൊക്കെ വരും കേട്ടോ. അങ്ങനെ നിങ്ങളെ സഹായിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? എന്നെ സഹായിക്കും കേട്ടോ. ചില സമയത്ത് സഹായം ഭയങ്കര സ്നേഹത്തിലുള്ള സഹായമൊക്കെ ചെയ്ത് കഴിയും, പിന്നെ എനിക്ക് ഇരട്ടിപ്പണിയാവും. അങ്ങനെ ഒരു കാര്യം വീഡിയോയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പറയാം ഞാൻ സഹായം ചെയ്ത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ്. നമുക്കങ്ങനെ സഹായം ചെയ്തു തരാൻ ഒരാളുണ്ടാവുക. അല്ലെങ്കിൽ നീ എന്തെങ്കിലും കാണിക്കുക, നീ എന്തെങ്കിലും വെക്ക്, എന്തെങ്കിലും ചെയ്തോന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരാളല്ല. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമാണ്. നമുക്കത് ചിലപ്പോൾ വെക്കുന്ന കറി മോശമാണെങ്കിൽ പോലും അത് കുഴപ്പമില്ല, ഇച്ചിരി ഉപ്പിട്ടാൽ ശരിയായിക്കോളും, അല്ലെങ്കിൽ ഇച്ചിരി മസാല കുത്തുണ്ട്, ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചാൽ ശരിയായിക്കോളും, അത് ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്ന ഭർത്താക്കന്മാരുള്ള ആൾക്കാർ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഭാഗ്യം ചെയ്ത ഒരാളാണ്. എന്നെ ഇന്ന് നിമിഷം വരെ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ഒരു കുറ്റം എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പിട്ടാൽ മതിയടാ, കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇത് എന്ത് കറിയാടി ഉണ്ടാക്കി വെച്ചേക്കണേന്നൊന്നും ഇന്നേ വരെ എൻ്റെ മനുവേട്ടൻ ചോദിച്ചിട്ടില്ല. ഞാനത് കഴിഞ്ഞ ദിവസം എന്തോ കാര്യം പറഞ്ഞു, ഇന്നേ വരെ പപ്പ എന്നെ ഭക്ഷണ കാര്യത്തിൽ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ വീട്ടിൽ ചെന്നപ്പോൾ ഈ ക്യാബേജൊക്കെ വെള്ളം ഒഴിച്ച് ഞാനിങ്ങനെ ഉപ്പുമാവ് പോലെയൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ വീട്ടുകാരും അപ്പനോ അമ്മയോ അനിയനോ ഒന്നും പറയില്ല. അനിയൻ പിന്നെയും തമാശക്കാർ, കേക്കാണോ ഇന്ന് രാത്രി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉപ്പുമാവ് ഇങ്ങനെ ഇരിക്കണ കാണുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ തമാശക്ക് പറയുന്നേ ഉള്ളൂ. അപ്പം ഞാൻ അന്നമോളെ റെഡിയാക്കി സ്കൂളിലേക്ക് കാറ്റീസം ക്ലാസ്സിലേക്ക് വിടുകയാണ്. ജോക്കുട്ടിന് ഉറക്കാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ ആൻറ്റിയെ കണ്ടത്. അപ്പോൾ ആൻറ്റീനോട് ഞാനിങ്ങനെ അവൾ പ്രഗ്നൻ്റ് ആണ്, അപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കി. ആള് റെസ്റ്റിലാണെന്ന് അറിഞ്ഞു. പറമ്പിൽ ഒരാൾ ഇരുന്ന് അമരപ്പയർ പറിക്കുന്നുണ്ടോ, ആ പറമ്പ് മൊത്തം അമരപ്പയർ ഉണ്ടാക്കി കിടക്കാണ് കേട്ടോ. അപ്പോൾ
നന്നായിട്ട് അമരപ്പയർ. അപ്പം ഞാൻ അവിടെ നിന്ന് മുടി വാരുമ്പോഴൊക്കെ അമരപ്പയർ അവിടെ പറിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തപ്പോഴാണ് വീഡിയോയിൽ കണ്ടത്. അപ്പോൾ അവിടെ അധികം അമരപ്പയർ ഉണ്ടാകുമ്പോൾ നമ്മുടെ അയൽപക്കത്തെ വീടുകളിലൊക്കെ കൊണ്ടുവന്ന് തരും. ചേട്ടനാണ് അവിടെ അമരപ്പയർ പറിക്കുന്നത്. നമ്മുടെ കടയില്ലേ, നമ്മുടെ ജേക്കപ്പേൻ്റെ കട ആ ചേട്ടൻ്റെ പറമ്പാണ്. അപ്പം അമരപ്പയർ പറിച്ചിട്ട് നല്ല ഫ്രഷ് അമരപ്പയറാണ് കേട്ടോ. നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഹോളിലെ ലൈറ്റിന് ഭയങ്കര DJ കളിയാ, ഇങ്ങനെ മിന്നി കൊണ്ടിരിക്കും. അത് മാറ്റേണ്ട സമയമായി. അപ്പം അതിൻ്റെ വെട്ടം കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം ഞാൻ തലേ ദിവസം തന്നെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണിയൊക്കെ ഞാൻ സ്റ്റാൻഡിൽ തുണിയൊക്കെ വിരിച്ച് പുറത്തിട്ടേക്കാണ്. അപ്പോൾ ഏട്ടൻ അവളെ കൊണ്ടേ ആക്കിയിട്ട് വന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേനും ചിക്കൻ്റെ ഒറ്റ വിസൽ കഴിഞ്ഞ് അതിൻ്റെ എയർ പോകാൻ വേണ്ടി വെക്കുമല്ലോ, അങ്ങനെ എയറൊക്കെ പോയി അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പത്തിന് ഒരു ഇച്ചിരി ചാറ് വേണമല്ലോ. അപ്പം അതുകൊണ്ട് ഇച്ചിരി കട്ടിപ്പാൽ, തേങ്ങാപ്പാൽ, 2ാം പാലും 3ാം പാലും ഒന്നും ഇല്ല കേട്ടോ, ഒറ്റ പാലുള്ളൂ. ആദ്യത്തെ പിഴിയിൽ തന്നെ അതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് മല്ലിച്ചീരയും കൂടി ഇട്ട് തിളപ്പിച്ച അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ എൻ്റെ യൂട്യൂബ് റവന്യൂവിന്റെ കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട്. കുറേ നാള് കൂടി ഇങ്ങനെ പറയില്ലേ, കൊശവന്റെ വീട്ടിൽ ഓട്ടക്കളത്തിൽ കഞ്ഞി വെക്കുള്ളൂ എന്ന്. ഭർത്താവ് ബാങ്കിലാണ് ജോലി, എന്നാൽ എനിക്ക് ഇന്ന് ഒരു ATM കാർഡോ കാര്യങ്ങളോ ഒന്നും യൂട്യൂബിന്റെ സമയം വരെ ഉണ്ടായിരുന്നില്ല. പാൻ കാർഡ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ യൂട്യൂബിന്റെ കാര്യം വന്നപ്പോഴേ ഈ വക സാധനങ്ങളെല്ലാം വേണമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്തത്. ഇങ്ങനെ പണ്ടത്തെ അമ്മമാര് പറയില്ലേ, വൈദ്യന്റെ അമ്മ പുഴുത്തെ ചാവൂൾ, അല്ലെങ്കിൽ വൈദ്യന്റെ ഭാര്യ പുഴുത്തെ ചാവൂൾ എന്ന് പറയുന്ന പോലെ ഞാൻ പറയും, ബാങ്കിലാണ് ഹസ്ബൻഡിന്റെ ജോലി, ഇൻഷുറൻസ് സെക്ഷനിലാണ്, ബാങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം, എന്നിട്ടും ഭാര്യയ്ക്ക് ഈ വക സാധനങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുമായിരുന്നു. അങ്ങനെയാണ് യൂട്യൂബിന്റെ റവന്യൂവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നതൊക്കെ ഏട്ടൻ തന്നെയാണ്. അപ്പൊ നമുക്ക് $100 തികയുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്നത്. എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടിയത് ഒരു ജൂലൈ മാസത്തിലാണ്, എൻ്റെ ബർത്ത്ഡേയുടെ മാസത്തിലാണ്. കുറേ നാൾ ഈ പാൻ കാർഡിൻ്റെ കാര്യത്തിനും എന്തൊക്കെയോ തടസ്സങ്ങൾ ഇങ്ങനെ വന്ന് ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അതെല്ലാം കുറേ എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ എൻ്റെ മനവേട്ട. ഞങ്ങൾ വേറൊരാളുടെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, B4 ഐനോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന, അവൾ കുറേ കോമഡി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന, നല്ല രസമാണ്, നല്ല കണ്ടന്റാണ് അവളുടെ. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന അവളോട് ഞാൻ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. അപ്പോൾ അവൾ പറഞ്ഞു തരും കേട്ടോ, നല്ല മനസ്സോടുകൂടി പറഞ്ഞു തരാനുള്ളൊരു ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിലൊരാളാണ് അവള്. അപ്പം ഞാൻ അങ്ങനെയാണ് ചാനൽ ഇതായത്. അപ്പം എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടിയത് ഒരു ജൂലൈ മാസത്തിലാണ്. അത് ഇതേപോലെ $100 ആയപ്പോൾ തന്നെ അല്ല, ഒരു $197 ആയപ്പോൾ തന്നെയാണ് എനിക്ക് അതിലേക്ക് റവന്യൂ വന്നത്, ഫസ്റ്റ് റവന്യൂ വന്നത്. പിന്നെ നമുക്ക് കുഴപ്പമില്ലാണ്ട് എല്ലാ മാസവും കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് റവന്യൂവിൻ്റെ സ്റ്റോറി അതാണ് കേട്ടോ. അപ്പോൾ റവന്യൂവിൻ്റെ സ്റ്റോറി പറയുന്ന പോലെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ ഏട്ടൻ അവിടെ ഇടിയപ്പത്തിനൊക്കെ ഏട്ടൻ പറയും എനിക്ക് നിന്നതിരിക്കാൻ മടിയാണ്. മിക്കപ്പോഴും ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ തിരിക്കാൻ വേണ്ടി ഏട്ടനെ വിളിക്കുന്നെങ്കിൽ പുള്ളിക്കാരൻ ഇരുന്നിട്ടാണ് ചെയ്തു തരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇരുന്നിട്ടാണെങ്കിലും നിന്നിട്ടാണെങ്കിലും വേണ്ടൂല, നമുക്ക് സാധനം ചെയ്ത് കിട്ടിയാൽ മതി. അപ്പം എനിക്ക് സൺഡേ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ആളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തു തരും കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ അവിടെ റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇടിയപ്പം എന്താ ഇവിടെ സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി പള്ളിയിൽ പോകണം. അപ്പം ഞാൻ വേഗം ഒന്ന് മേല് കഴുകി ചോക്കൂട്ടിനേക്ക് ഒന്ന് കൈയും കാലും കഴുകിച്ച് ഫുഡ് കൊടുത്ത ശേഷമാണ് അവനെ ഞാൻ കൈയും കാലും കഴുകിച്ചത്. അവന് വേഗം ഭക്ഷണം കൊടുത്തു. കാരണം ഈ കുട്ടികളുടെ കുർബാനയ്ക്കാണ് നമ്മൾ പോയത്. അപ്പം അത് കഴിയുമ്പോൾ തന്നെ അന്നമോളെയും വിളിച്ചിട്ട് വരാമല്ലോ. അപ്പം അങ്ങനെ കരുതിയാണ് പോയത്. പിന്നെ നമുക്ക് കുറച്ച് മീനൊക്കെ മേടിക്കണമായിരുന്നു. മീനൊക്കെ ഉണ്ടായിരുന്നു, മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കുളിച്ചില്ല, മേല് മാത്രം കഴുകിയിട്ടാണ് പോയത്. ഇനി വന്നിട്ട് നമുക്ക് വേറെയും കറികളൊക്കെ വെക്കാനുണ്ടല്ലോ. അപ്പം അവന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് കുറച്ച് നേരം ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ ഫുഡ് കഴിച്ചിട്ടല്ല പോണേ. കൊച്ചിന് പിന്നെ വിശക്കും, 10:30 മണിയാവും പള്ളിയിലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും. പള്ളിയിൽ പോകുന്ന വഴിയൊക്കെ നല്ല മഴയായിരുന്നു. നമ്മൾ കാറിനാണ് പോയത്. അങ്ങനെ കുർബാന എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം ആ മാറിയ ഡ്രസ്സ് തന്നെ വീണ്ടും എടുത്തിട്ടിട്ടാണ് ഞാൻ ബാക്കിയുള്ള പണികൾ. കാരണം അത്രയും പണി ഉണ്ടായിരുന്നു, നമുക്ക് ഫുഡ് വയ്ക്കാനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എന്തായാലും ആ ഡ്രസ്സ് രാത്രി കിടക്കണ സമയത്ത് ഇട്ടതാ. അപ്പോൾ വേഗം തിരിച്ച് വന്ന് അത് തന്നെ എടുത്തിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ജോക്കൂട്ടൻ പിന്നെ കഴിച്ചത് കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഞാൻ ഒരു ഏത്തപ്പഴം കൂടി കൊടുത്തു കേട്ടോ. അവൻ ഏത്തപ്പഴം കഴിക്കും. അവന് ചില നേരമാണ്, ഒരു തിരിവാണ്, നമുക്ക് ദേഷ്യമൊക്കെ വരും. ഒരു പഴമൊക്കെ കൊണ്ട് 1 മണിക്കൂർ നടക്കണം കാണുമ്പോഴത്തേനും. പിന്നെ പോട്ടെ, എന്ത് കാണിക്കാനാ. അങ്ങനെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ
നമ്മൾ പറഞ്ഞായിരുന്നല്ലോ കുറച്ചും കൂടി കറികളൊക്കെ വെക്കാനുണ്ട്. അപ്പം ഞാൻ എന്താ ബീഫ് ഉണ്ടായിരുന്നു, അത് പള്ളിയിൽ പോകുന്നതിന് മുപ്പാട് തന്നെ ഞാനത് ഐസ് വിടാൻ വേണ്ടി എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും ഇത്രയും വിട്ടിരിക്കുന്നുണ്ട്. നമുക്കത് കഴുകി വേവിച്ച് വെക്കാം. ഞാൻ ഈ ബീഫ് വേവിച്ച് വെച്ച കാര്യം കുറേ നേരം കുറച്ച് കറികൾ മീൻവെട്ടലൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ബീഫ് വേവിച്ച് വെച്ച കാര്യം മറന്നുപോയി. ഏട്ടനത് ബീഫ് വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചുകൊണ്ട് വന്നത്. തലേ ദിവസം മേടിച്ചിട്ട് ബാക്കി പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. പക്ഷെ സത്യം പറയട്ടെ, ഇത് വേവിച്ച് കുക്കർ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെയും പിന്നെയും വേറെ കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും ഞാൻ ഈ ബീഫ് വേവിച്ച് വെച്ച കാര്യം മറന്നുപോയി. അപ്പം ഞാൻ കരുതി എന്തായാലും ഉച്ചക്കത്തേക്ക് കുറച്ച് കറികളൊക്കെ ഉണ്ട്, മീനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കരുതി രാത്രിത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യവും ഞാൻ പുറകെ പറയാം കേട്ടോ. അപ്പം അങ്ങനെ മീൻ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുഞ്ഞി ചാളയാണ്. ഇത്ര കുഞ്ഞു ചാള വെച്ച് മത്തിപ്പീര വെക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വെക്കും കേട്ടോ. എനിക്ക് കുറച്ച് നാളായിട്ടേ മത്തിപ്പീര കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ കൊഴുവ പീര വെക്കും, ചെറിയ നത്തോലി പീര വെക്കും, മത്തിപ്പീര വെച്ചൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ചേട്ടൻ പറഞ്ഞ ഇത്ര ചെറുത് വെക്കണം, ഞാൻ കണ്ടിട്ടില്ല ജിപ്പിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് സാറ്റിലേക്ക് ഒന്ന് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഭയങ്കര വലുതല്ലല്ലോ. അപ്പം ഞാൻ കരുതി എന്നാൽ മത്തിപ്പീര വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് അവിടെ മീൻ വെട്ടിത്തരാൻ ആളില്ല. അപ്പം ഞാൻ കരുതി എന്തായാലും മേടിച്ചോളൂ, കുറച്ച് നാളെ നമുക്ക് ആഗ്രഹം വന്നാൽ അങ്ങനെയാണല്ലോ, നമുക്കത് കഴിക്കണം. അപ്പോൾ അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നല്ല പച്ച മീനായിരുന്നു കേട്ടോ, തിളങ്ങുമായിരുന്നു ചെതമ്പലൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും അതിൻ്റെ സൈഡിലെ വാലും ചെതുമ്പലും എല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി നല്ല തേങ്ങാപ്പൂള് പോലെ ആക്കി എടുക്കണം. നമുക്കിത് കല്ലുപ്പിട്ടിട്ട് ശരിയാക്കി എടുക്കാം. കുറച്ച് കല്ലുപ്പും വിനാഗിരി കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഉളുമ്പ് മണമുള്ള എല്ലാ ഏത് മീനിൻ്റെയും ആ ഒരു ബാഡ് സ്മെൽ, ഒരു പട്ട മണം ഉണ്ടാവുമല്ലോ, ആ മണം പോയി കിട്ടും കേട്ടോ. കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കണം, അല്ലെങ്കിൽ ചെറുനാരങ്ങ ആണെങ്കിലും മതി. അപ്പോൾ അങ്ങനെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. 3-4 വട്ടം കഴുകൂട്ടോ, അപ്പോഴേ നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ. പിന്നെ ഈ മത്തിപ്പീരയുടെ പരിപാടി എളുപ്പമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻകറി വെക്കാൻ എടുക്കുന്ന അത്രയും നേരം ഇപ്പം ഈ അരപ്പരയ്ക്കണ്ട, കുറേ നേരം ഇങ്ങനെ വെന്തോന്ന് നോക്കി നിൽക്കണ്ട, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ മുള്ള് വെറുതെ മാറ്റേണ്ടി വന്നു എനിക്ക്. ഇത് വെന്ത് വന്നപ്പോഴാണ് ഇതിൻ്റെ മുള്ള് കുറച്ച് ഹാർഡാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്നാമതൊരു മുള്ള് കേസ് കഴിഞ്ഞ് മനുഷ്യനിവിടെ വരച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇനി അടുത്ത മുള്ളും കൂടി തൊണ്ടയിൽ കൊടുക്കണ്ടല്ലോ എന്ന് ഞാൻ വേഗം മുള്ളൊക്കെ മാറ്റി. അപ്പം അതിന് ഞാൻ മഞ്ഞളും ഉപ്പും പച്ചമുളകും വേപ്പിലയും ഉടമ്പുളിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മത്തി അവിടെ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കൊണ്ടുവന്ന അമര നമുക്ക് ശരിയാക്കി എടുക്കണ്ടേ. അത് നമുക്ക് അതിൻ്റെ നാരെല്ലാം കളഞ്ഞ്, ഇതിന് ഇരുമീശപ്പയറൊന്നും പറയും കേട്ടോ. ഞാനിവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഇരുമീശപ്പയറെന്ന് അമരപ്പയറെന്നാ പറയുന്നത്. അമ്മയുടെ നാട്ടിൽ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇരുമീശപ്പയറെന്ന് പറയും, അങ്കമാലി സൈഡിലൊക്കെ. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. അപ്പം നമുക്ക് ഇരുമീശപ്പയർ അല്ലെങ്കിൽ അമരപ്പയർ മെഴുക്ക് പുരട്ടിയാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെളുത്തുള്ളി നമ്മുടെ സവാളയും കൂടി ഒന്ന് വഴട്ടിയെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, കുട്ടികൾ കൂടി കൊടുക്കുന്നുണ്ട്, ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തുള്ളൂ. പിന്നെ ഇവിടെ എരിവ് അങ്ങനെ വലിയ പ്രിയമല്ല. ബീഫിനൊക്കെ ആണെങ്കിൽ എരിവ് വേണം, ചിക്കനൊക്കെ ആണെങ്കിലും കുറച്ച് എരിവ് വേണം. പക്ഷെ പച്ചക്കറിക്ക് അങ്ങനെ കുറേ എരിവിട്ട് വെച്ചാൽ എന്തോ ടേസ്റ്റ് ഉണ്ടല്ലേ. എനിക്കിഷ്ടമല്ല പച്ചക്കറി കുറേ എരിവിട്ട് വെക്കുന്നത്. എന്നിട്ട് അങ്ങനെ കുറച്ച് ഉപ്പിട്ട് വാട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ അമരപ്പയർ അതിലേക്ക് ഇട്ട് കൊടുക്കുക, ഇളക്കി കൂട്ടുക. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പത്ത് നമ്മുടെ ചാള നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കിയപ്പോഴാണ് അതിൻ്റെ മുള്ള് ഇങ്ങനെ പൊടിഞ്ഞുതിർന്നു പോകുന്ന മുള്ളാണെങ്കിൽ വിഷയമില്ലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഇളക്കിയപ്പോൾ മുള്ളിങ്ങനെ എന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുക. അപ്പം ഞാൻ കരുതി എന്തായാലും ആ മുള്ളൊക്കെ ഒന്ന് ഓരോന്നോരോ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ പീര ഇങ്ങനെ ഉടഞ്ഞാണല്ലോ ഈ പീര വറ്റിച്ചതിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എൻ്റെ കണ്ണിൽ പെട്ട എല്ലാ മുള്ളും ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും 2 കുരുമുളകും ഇച്ചിരി വേപ്പിലയും കൂടി അരച്ചിട്ടുള്ള മിക്സ് ആ വെന്ത് വന്ന മീൻ്റെ ആ ഒരു ഇതിലേക്ക് ഇട്ട് ആ കൂട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കാം കേട്ടോ. ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ മീൻ വേവിച്ചിരിക്കണം. ഇനി ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇടാം, പക്ഷെ എനിക്കൊരു കളറ് പോരാന്നാ തോന്നിയത്. അപ്പം ഞാൻ ആ തേങ്ങയുടെ കൂട്ടത്തിൽ കൂടി ഇച്ചിരി മഞ്ഞളും കൂടിയിട്ട് അരയ്ക്കണമായിരുന്നു, പക്ഷെ എനിക്ക് പറ്റില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഈ മത്തിപ്പീര വെക്കുകയാണെങ്കിലേ ഈ തേങ്ങ അരയ്ക്കുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് മഞ്ഞളും കൂടി ഇട്ടോ. ഇവിടെ മഞ്ഞൾ വേറെ ഇട്ട് എന്നിട്ട് അവസാനം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇച്ചിരി വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് എന്നാ ടേസ്റ്റ് എന്ന് അറിയാവോ. അപ്പം അങ്ങനെ മത്തിപ്പീര റെഡി ആയിട്ടുണ്ട്. ഇതിലും ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൊഴുവയും കുഞ്ഞ് ഇതില്ലേ
കുഞ്ഞ് മീനുണ്ടല്ലോ, കൊഴുവ പോലത്തെ തന്നെ, നത്തോലി, അതൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ അമരപ്പയർ മെഴുക്ക് പുരട്ടി, ഇപ്പുറത്ത് നമ്മുടെ മത്തിപ്പീര ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നപ്പോഴത്തേനും ചട്ടി കത്തിച്ച് വെച്ചത് ഓർക്കാണ്ട് ഞാൻ ഫോൺ കൊണ്ടുപോയി. അപ്പം അതാ തിരിച്ചു വന്നപ്പോൾ പുകയായി, തീയായി, അയ്യോ. പിന്നെ തീ കുറച്ച് ഞാൻ മോര് കാച്ചാനായിട്ടുള്ള അതൊക്കെ താളിച്ചിടുകയാണ്. ഈ താളിക്കാനുള്ള സംഗതികളൊക്കെ ഇട്ട ശേഷം കുറച്ച് വറ്റൽമുളകും വേപ്പിലേക്ക് ഇട്ടിട്ട് ഞാൻ നമ്മുടെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടി നന്നായിട്ട് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ് കായത്തിൻ്റെ പൊടി ഇട്ടിട്ട് കാച്ചിട്ടുണ്ടെങ്കിൽ. തൈര് കാച്ചുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിലൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തൈര് കാച്ചുമ്പോൾ കായം എന്നൊക്കെ ചോദിക്കും, പക്ഷെ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. അതിലേക്ക് നമ്മളിതാ തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൂട്ട് വെളുത്തുള്ളി ജീരകം കൂടി അരച്ചതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ തേങ്ങയുടെ ഒരു പച്ചരപ്പിന്റെ മണം മാറൂല്ലേ, ആ സമയത്ത് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം. ഇത് തൈരായിട്ടാണ് മേടിച്ചത്. മിക്സിയിലിട്ട് കറക്കി ഒന്ന് മോരാക്കി, പിന്നെ നമ്മുടെ ഒരു ചാറിന്റെ ഒരു കൺസിസ്റ്റൻസി പോലെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മുടെ പരുവത്തിലൊരു ചാറാക്കി എടുക്കുക. ഇതിപ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കാളൻ ഇരിക്കില്ലേ, കുറുക്ക് കാളൻ, അതുപോലെ ഇരിക്കും. അപ്പം എനിക്ക് തോന്നി അങ്ങനെ വേണ്ടാന്ന് തോന്നി. പിന്നെ ഞാൻ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നു. നോക്കിയപ്പോൾ ബീഫ് കറി വെക്കുന്നു. അപ്പം എന്നോട് ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ നീ ബീഫ് വെച്ചു? ഞാൻ ഇല്ല ഏട്ടാ, രാത്രിത്തേക്ക് വെക്കാന്ന് പറഞ്ഞു. കുളിച്ച് പകുതിയായപ്പോൾ അന്നമോള് പറഞ്ഞു, അമ്മ പപ്പ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. തിരിച്ച് വന്ന് നോക്കിയപ്പോഴത്തേനും നല്ല ഗംഭീര പാചകമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കിച്ചൺ കൊളാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഏട്ടൻ ഇങ്ങനെ ഞാൻ സഹായിച്ചൊക്കെ തരുന്നത്. ഒരാള് ബീഫ് കറി വെക്കാൻ കയറിയതാണ്. അതൊന്നും നോക്കണ്ട, കറി നോക്കട്ടെ. എന്തെന്നാ ഞാൻ എങ്ങനെ മെനയാക്കിട്ടിട്ട് പോയതാണ്. ഞാൻ എങ്ങനെ ഒതുക്കിയിട്ടിട്ട് പോയ അടുക്കള. മൊബൈൽ എടുക്കണ്ട, വിട്ടോ. എന്ത് കറിയാണ് ഏട്ടാ? ബീഫല്ലേ? ഞാനൊരു വീഡിയോ എടുക്കട്ടെ. എന്താ തക്കാളി ഇട്ടിട്ടാണോ? ട്രൈപോഡൊക്കെ വെച്ച് വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ വേണ്ട. പിന്നെ ഞാൻ കരുതി കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ കയ്യെ പിടിച്ചെടുക്കാന്ന് കരുതി. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഏട്ടൻ ഇങ്ങനെ ചെയ്തു തരുന്നത്. ഭയങ്കര ഒരു പ്രത്യേകതയാണ്. അടുക്കള ഒരു ഇച്ചിരി വൃത്തികേടാകും, എന്നാലും സാരില്ല. നല്ല ഒരു സന്തോഷമാണ് എനിക്ക്, ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞായറാഴ്ചകളിൽ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഞായറാഴ്ചയും നമ്മൾ അടുക്കളയിൽ കിടന്ന് ചത്തോ എന്ന് പറയുന്നൊരു ഭർത്താവല്ലല്ലോ. ഇച്ചിരിയൊക്കെ മെനകേടാകും, എന്നാലും സാരില്ല. എനിക്ക് സന്തോഷമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ പറയും, എന്തേ കാണിച്ചു വെച്ചേക്കണം, ഞാൻ എമ്മാതിരി വൃത്തിയാക്കി വെച്ചിട്ട് പോയതാണ്. അപ്പൊ നല്ല അടിപൊളി ബീഫ് കറി ആയിരുന്നു കേട്ടോ. കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ വട്ടത്തിൽ കരിഞ്ഞിട്ടിട്ട് സൂപ്പറായിരുന്നു സാധനം. അപ്പോൾ അടിപൊളിയാന്നൊക്കെ പറയാം. അപ്പൊ അതിൻ്റെ അടുക്ക് ഞാൻ അവിടെ നോക്കിയപ്പോൾ എന്തൊക്കെയോ കമന്റ് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. നല്ല കറിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ പറയാ അവള് വെക്കാത്തോണ്ടാന്ന് തോന്നുന്നു, അവള് വലിയ എക്സ്പ്രഷൻ ഒന്നും ഇടണില്ലാന്ന്. നല്ല കറിയായിരുന്നു. പ്രത്യേകിച്ച് മൺചട്ടിയിൽ ബീഫ് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസം. നമുക്ക് ഇച്ചിരി പണികളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, സമാധാനം ഉണ്ടല്ലോ, അതിനപ്പുറം ഒന്നും വേറെ ഇല്ല കേട്ടോ. എവിടെ ഏത് ഉയരങ്ങളിൽ നമ്മൾ പോയാലും നമ്മൾ ഈ ഊണുമേശയുടെ ചുറ്റും ഇഷ്ടപ്പെട്ട വായ്ക്ക് രുചിയായിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറൊരു വൈബാണ്. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇന്നലത്തെ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞങ്ങൾ മീൻ പിടിക്കാൻ പോയത്. സത്യം പറയട്ടെ, മീൻ പിടിക്കാൻ പോയിട്ട് അയ്യോ എത്ര സ്ഥലത്ത് ഞങ്ങൾ പോയിന്നോ. എല്ലായിടത്തും ഈ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടേ, ഭയങ്കര തിരക്കാ. അപ്പം ഞങ്ങൾ അങ്ങനെ തിരക്ക് വേണ്ട എന്ന് കരുതി ഞങ്ങൾ ആദ്യം പോയത് ചെറിയ കടമക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, പെഴല ഭാഗത്തൊക്കെ. അപ്പം അവിടെ ഒരുപാട് കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് കെട്ടല്ലാത്തൊരു വെള്ളക്കെട്ട് പോലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഇങ്ങനെ മീന് വേണ്ടിയിട്ടുള്ള ചൂണ്ടയൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ഇതായിട്ട് ഏരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ്. ചൂണ്ട ഇരിപ്പുണ്ട്, മേടിച്ചിട്ടുണ്ട്, കാറിലിരിപ്പുണ്ട്, നമുക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചെമ്മീനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് എരയിൽ ഇങ്ങനെ കൊളുത്തിയിട്ട് നമുക്ക് കിട്ടും.
പക്ഷെ ഇത് മൈദപ്പൊടി പിന്നെ വേറെ എന്തൊക്കെയോ ഈ മീനിന്റെ തീറ്റ അങ്ങനെയൊക്കെ ഇട്ട് കുഴച്ചിട്ടൊരു സാധനമാണ് ഏട്ടൻ ഉണ്ടാക്കിയെടുത്തത്. എനിക്കറിയില്ല അതിൻ്റെ ഒരു ഇതെന്താണ്. ഞാൻ മൈദപ്പൊടിയൊക്കെ എടുത്ത് കൊടുത്തു എന്നല്ലാണ്ട് എനിക്കറിയില്ല എന്തൊക്കെയാ അതിലിട്ടേക്കണേന്ന്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, അതെനിക്കറിയാം. അപ്പം അതാ അങ്ങനെ ഇട്ട് നോക്കി. ഞങ്ങൾ ഇവിടെ കുറേ നേരം ഇരുന്ന് ഇട്ട്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ചുറ്റിനും ഇതേപോലെ വെള്ളവും തെങ്ങും, ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ ഒത്തിരി പേര് ഒന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു മീൻകുഞ്ഞ് പോലും കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ നേരെ അന്നമോളുടെ സ്കൂളിൻ്റെ ഒക്കെ അവിടുത്തെ കടത്തില്ലേ, വരാപ്പുഴ കടത്തിൻ്റെ അവിടെ പോയി. അപ്പം നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ കണ്ട ആ കോട്ടപ്പുറപ്പ് മാതാവിൻ്റെ പള്ളിയിലെ പെരുന്നാളായതുകൊണ്ട് വരുന്ന വഴി തോരണവും പടക്കമൊക്കെ ഇട്ടേക്കണം. അപ്പോൾ രൂപം വരുന്ന വഴിയാ. അപ്പം നമ്മൾ ആ നേരത്തെ എങ്ങനെയാ മീനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ഓർത്തിട്ട് നമ്മൾ ചേരാൻ നല്ല ഒരു അറ്റത്ത് ഫെറിയുണ്ട്, അവിടെ പോയപ്പോഴത്തേനും ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു കരിമീനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഭാഗ്യം എന്ന് പറയട്ടെ, ഒരു മീൻ കുഞ്ഞു പോലും നമുക്ക് കിട്ടിയില്ല. വൈകിട്ടൊരു 4:30 തുടങ്ങിയ അംഗം 7 മണി വരെ നിന്നിട്ട് കുറേ കൊതുകടി കൊണ്ടുവന്നല്ലാണ്ട് ഒരു പരലിൻ്റെ കുഞ്ഞിനെ പോലെ ഞങ്ങൾക്ക് കിട്ടില്ല. പേട്ടൻ പറഞ്ഞു അടുത്ത തവണ നമുക്ക് ചെമ്മീൻ മേടിച്ചിട്ട് വരാം, ഒരു 50 രൂപയുടെ ചെമ്മീൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കുറച്ച് കറക്കി കൊടുക്കാം, നമുക്ക് മീനെ പിടിക്കാം. അപ്പോഴും പറഞ്ഞു അവർക്ക് കറിയുടെ വിചാരം എപ്പോഴും. അങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ മീൻ പോലും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, ഒക്കെ വന്ന് തീറ്റ നിന്നിട്ട് പോകുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇനി അറിയാൻ താല്പര്യമുണ്ടോ? അപ്പോൾ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ചോദിച്ചോളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്